ഹായ് നമസ്കാരം, അഭിലാഷ് ഷോട്ടയാണ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പൊങ്കാല ഇടാൻ വരും, എന്നാലും കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുന്നൊരു കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ ഉൾക്കൊള്ളുക. കാരണം എനിക്കാരുടെ വഴക്കോ പിണക്കോ ഒന്നുമില്ല കേട്ടോ. ഇദ്ദേഹത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമായി കാണുമായിരിക്കും. അപ്പോൾ ഇയാളുടെ ഫേസൊക്കെ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇയാളിപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എന്നെക്കുറിച്ചുള്ള കുറേ വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് കാണിച്ചാണേ. അപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വീഡിയോസ് ഇയാൾ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഇയാളുടെ PM ചെന്നിട്ട് പറഞ്ഞു, എന്നെ മോശമാക്കി പറഞ്ഞാണ് വീഡിയോ ഇട്ടത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു തെറി പറഞ്ഞപ്പോൾ ഞാനും തിരിച്ചതുപോലെ തന്നെ പറഞ്ഞു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, തിരിച്ചതേ തെറി ഞാൻ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി അത് കഴിഞ്ഞപ്പോൾ എൻ്റെ PM വന്നു കഴിഞ്ഞപ്പോൾ ഇട്ട ഒരു വോയിസാണ്. ആ വോയിസ് ഒന്ന് കേൾപ്പിക്കുകയാണ്. കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. കേട്ട് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ ആ വോയിസ് ഒന്ന് ഞാൻ കേൾപ്പിക്കാം. പുള്ളി എനിക്ക് അയച്ചൊരു വോയിസാണ്. പിന്നെ എന്താണ്, പിന്നെ ആളെ ഇങ്ങോട്ടും ചൊറിഞ്ഞ് ഞാൻ അങ്ങോട്ടും ചൊറിഞ്ഞ് നമ്മൾ തമ്മിൽ ഇനിയൊരു പ്രശ്നമില്ല, മനസ്സിലായോ? ആളിയൻ്റെ വഴി, ഞാൻ എൻ്റെ വഴി. ശരി അളിയ, ഗുഡ് ബൈ. പിന്നെ വേറെ വോയിസ്, ആളിയെ എന്നെയും ചീത്ത വിളിച്ച്, ഞാൻ ആളിയനെയും വിളിച്ച്, അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞതല്ല അളിയ. ഓക്കെ, നമ്മൾ തമ്മിൽ ഇനിയില്ല. ഞാൻ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണേ? ഞാനും മച്ചമ്പിയെ പോലെ തന്നെ സമൂഹത്തിൻ്റെ മുമ്പ് 10 പേര് അറിയപ്പെടുന്ന തന്നെ ഞാൻ ഇങ്ങനെ ഈ കോപ്രായ ചെയ്തൊക്കെ കാണിച്ചാണ് നമ്മളെ വിലയും പോണേ. അതുകൊണ്ട് ഞാൻ ഒരു ശല്യത്തിനില്ല അളിയ. നിങ്ങളെ പാടായി. ഞാൻ ആളിയെ ചൊറിയാൻ വരില്ല, ആളിയെ എന്നെയും ചൊറിയാൻ വരല്ലേ. ഇതോടെ പ്രശ്നമാണ് തീരുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല. കാരണം ഇപ്പോൾ ഇയാൾ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ വോയിസാണ്. കാരണം നമ്മൾ ഒരു തെറ്റ് ആർക്കും പറ്റാം. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നേരെ ചെന്ന് മെസ്സഞ്ചറിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു ഇനി വീഡിയോ ഇടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സന്തോഷമായി. ഞാൻ പുള്ളിയോട് പറഞ്ഞു നമ്മളും ഒരു പരിപാടിക്ക് വരുന്നില്ല, ഞാൻ വീഡിയോ ഒന്നും ഇട്ടില്ല കേട്ടോ. എന്നിട്ടാണ് ഞാൻ അയാളോട് പറഞ്ഞത്. അപ്പോൾ ഇയാൾ കാണിച്ചിരിക്കുന്ന തരം 10 തന്തയ്ക്ക് ഉണ്ടായ തരമാണ് കാണിച്ചിരിക്കുന്നത്. ഒരു തന്തയ്ക്കല്ല, 10 തന്തയ്ക്ക്. 10 തന്ത ഒരുമിച്ച് ചേർന്ന് ഇയാൾ ഉണ്ടാക്കിയ ഒരു തരമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കാരണം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. കാരണം ഞാൻ വേറെ തെറി പറയണമെന്നുണ്ട്, ഇങ്ങനത്തെ തെറിയല്ല, ശരിക്കും തെറി പറയണമെന്നുണ്ട്. പക്ഷേ ഞാൻ പറയാത്ത വേറെ ഒന്നുമല്ല. എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, അഭിലാഷേ തെറി പറയല്ലേ, അത് അവൻ വെറും തള്ളയോളി ആയതുകൊണ്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് നീ ആ തള്ളയോളി പറയണ കേട്ടിട്ട് തെറി പറയല്ലേ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒരുപാട് തെറി ആ തള്ളയോളീനെ വിളിക്കുന്നില്ല. അപ്പോൾ ഇവൻ കാണിച്ച തന്തയില്ലാത്തരം എന്താണെന്നുള്ളതാണ് കേൾപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇവൻ ഒന്നിനും വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടാണ് ഇവൻ ഈ പരിപാടി തുടങ്ങുന്നത്. പിന്നെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുകയാണ്. ഇവൻ പറയുന്നത് കുട്ടികൾ കാണുന്നത്. ഈ ഇവനിടുന്ന തെറി എല്ലാം കുട്ടികൾ കാണുന്നില്ലേ? അമ്മമാർ കാണുന്നില്ലേ? പെങ്ങന്മാർ കാണുന്നില്ലേ? ഇവൻ കൂടെ വരുന്ന എല്ലാവരും മോശക്കാരാണ്, മറ്റേ എന്താ പറയുക, മോശപ്പെട്ട സ്ത്രീകളാണെന്ന് പറഞ്ഞ് അവരെ വരെ അപമാനിക്കുന്നുണ്ട്. അവൻ സ്ത്രീ സമൂഹത്തെ അപമാനിക്കുന്നുണ്ട്. അവർ റീല് ചെയ്തു, ഓക്കെ, അവർ റീൽ ചെയ്തു എന്ന് വെച്ചാൽ അവർ വേറെ ഒന്നുമല്ല ചെയ്തത്. ഒരു റീലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കണ്ടൻറ്റ് വീഡിയോ എന്തെങ്കിലുമല്ലേ ചെയ്തത്. അല്ലാണ്ട് തുണിയില്ലാത്തതോ പച്ചയ്ക്ക് വേറെ പരിപാടി ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല അവർ ചെയ്തത്. ആണോ? വേറെ പരിപാടിയുള്ള വീഡിയോ ആണോ അവർ ചെയ്തത്? തുണിയില്ലാത്ത വീഡിയോ ആണോ? കരി മുഴുവനെ കടന്നുള്ള വീഡിയോ ആണോ അവർ ചെയ്തത്? തുണി കൊടുത്ത് തന്നെ അവർ വീഡിയോ ചെയ്തത്. അവരൊക്കെ മോശപ്പെട്ട സ്ത്രീ എന്ന് വിളിക്കുന്ന ഈ തള്ളയോളിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഈ തള്ളയോളിയോട് എനിക്ക് പറയാനുള്ളൂ, ആ തള്ളയോളി, നീ പല തന്തയ്ക്ക് ഉണ്ടായതാണ്. ഒരു തന്തയ്ക്ക് ഉണ്ടായതായിരുന്നെങ്കിൽ നീ പരിപാടിക്ക് വരില്ലായിരുന്നു. ഒരു തന്തയ്ക്കുണ്ടായ തായോളി അല്ലെ തള്ളയോളി ആയിരുന്നെങ്കിൽ ഈ പരിപാടിക്ക് വരില്ലായിരുന്നു. ക്ഷമിക്കണം, കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പോയതാണ്. കൂട്ടുകാരെല്ലാവരും ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ പല തന്തയ്ക്കുള്ള രീതി കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇറന്ന് തോന്നി കേട്ടോ. ഞാനാണ് ചെയ്യില്ല, കാരണം അവൻ ചെയ്തു. കാരണം അവന് പല തന്തയുള്ളതുകൊണ്ടാണ്, 10 തന്തയുണ്ട് അവന്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, മാറ്റി പറഞ്ഞത്. ഓക്കെ.